ഹലോ ഗായ്സ്, ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മെച്ചവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ട്രിപ്പിൻ്റെ രണ്ടാം പാർട്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ആ ലോഡിംഗ് മാപ്പ് എൻ്റെ അടുത്ത ലോഡിംഗ് മാപ്പായിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോക്ക് പോകാം. അപ്പം ഗൈസ്, നമ്മളെന്തായാലും ഇവിടെ ഒരു ഹൈവേ ആണ് ഗൈസ്, നമുക്ക് പറപ്പിച്ച് വിടാം. നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ ഹൈവേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പം ഹൈവേ ആണ് ഗൈസ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ഇതിനകത്ത് പൈസ കൊടുക്കേണ്ട എങ്ങനെ പോകുന്നത്? ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം പൈസ കൊടുക്കേണ്ട എങ്ങനെ പോകാമെന്ന്. ആദ്യം നിങ്ങൾ ഇങ്ങനത്തെ സാധനം ഇല്ലാത്തടത്തുമാണ് പൈസ കൊടുക്കാതെ പോകാം, അല്ലാത്തതാണെങ്കിൽ പൈസ കൊടുക്കണം. ഇങ്ങനെ എത്തുമ്പോൾ നമ്മൾ ഇതിലൂടെ ഒരു തുള പോലെ ഒരു വഴിയുണ്ട് ഗൈസ്. ആ വഴിയെ കയറിയിട്ട്, ആ പൈസ കൊടുക്കാതെ കയറുന്ന വഴിയെ കയറിയിട്ട്, എന്നാലും നിങ്ങൾ നേരെ പോയാൽ പൈസ കൊടുക്കണം. ഈ വഴി കയറിയിട്ട് ഇതുണ്ടോ ഗൈസ്, അവിടെയിലൂടെ ഒരു തുള പോലെ വഴിയുണ്ട്. അതിലൂടെ കയറ്റി ആ പുറത്തോട്ട് ഇറക്കിയാൽ നമുക്ക് പൈസ കൊടുക്കാത്ത ഇറങ്ങാം ഗൈസ്. ഇതൊരു ട്രിക്കാണ്, ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്നാണ് ആക്കി വെക്കുന്നത്. ഇന്നാണ് ഈ ട്രിപ്പ് വന്നപ്പോഴാണ് ഹൈവേ കണ്ടത്. അപ്പം ഇപ്പോഴാണ് ആക്കി വെക്കുന്നത്. അപ്പം നമുക്കെന്തെങ്കിലും ആ തുളയിൽ കൂടെ അങ്ങ് ഇറക്കാം. പിന്നെ അതുകൊണ്ടോ ഗൈസ്, നമ്മൾ ഇറക്കി. ഇത്രയേ ഉള്ളൂ ഗൈസ് പരിപാടി. പിന്നെ ഇവിടെ നമുക്ക് പൈസ കൊടുക്കാതെ നേരെ പോവാം. ഞാൻ ഇതിലൂടെ നിങ്ങൾ ആ വഴിയിലൂടെ കയറിയിട്ട് നേരെ വന്നാൽ നമുക്ക് എന്തെങ്കിലും പൈസ കൊടുക്കണം. ഇവിടെ എന്തായാലും പൈസ കൊടുക്കേണ്ടതാണ്. ഇവിടെ ചെക്കിങ് ഉണ്ട്. ഞാൻ വെറുതെ വന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം. ഇത് ശരിക്കും ഉള്ളതാണ്, നമുക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കെന്തായാലും ഇവിടുന്ന് നേരെ എന്തായാലും സ്പീഡിൽ പോവാം. ഇത് നമുക്ക് എന്തായാലും ഫസ്റ്റ് പാർട്ടിൽ എന്തായാലും 12 മിനിറ്റ് അങ്ങനെ എന്തായാലും ഉള്ളൂ. ഇതാണെങ്കിൽ 17 മിനിറ്റ് കണ്ടുണ്ട് ഗൈസ്. അപ്പം ഇനി ഹൈവേ നമ്മൾ പറപ്പിക്കാൻ പോവാണ്. അപ്പം അത്രയും നേരം നിങ്ങൾ പാട്ട് കേൾക്ക്. பட்டன்னு பார்த்தாலே பல்ஸ் தும்பாடி கொட்டுபா மீனெல்லாம் கூத்தாடுமே இரவ கலராக்கும் ஜலேபி லேடி சால்ட்டும் நான் தொட்டா ஸ்வீட் ஆகுமே. உன்னை அடைக்க வைக்கிறியே என் பகல் கனவில்லையே, என்ன தொலைக்க வைக்கிறியே கொஞ்சம் கொலைக்க வைக்கிறியே, உன்னை அடைக்க வைக்கிறியே என் பகல் கனவில்லையே. வண்டி ஒவ்வொரு கிளாஸுக்கு அதை பார்த்து ஆகுது டிராபிக். ஒரு உண்மை சொல்லவா, சரி கொஞ்சம் சொல்லட்டுமா, என்னது சொத்து சோகம் வந்தா மாத்திடுற உந்தா பக்கத்துல நான் மாசம் கட்டுற சந்தா. ஒரசாம பத்துக்கப்பா உதட்டோரம் தித்துக்கப்பா இருக்காத ஒத்தையில ஒரு வாட்டி சந்திக்கப்பா மயங்காட்டி கந்திக்கப்பா தயங்காத மெத்தையில சாபு நேரத்தில் ஒலிம்பி அழுவாத பூஜா ஆட்ட
നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ പെട്രോൾ തീരാനായിട്ട് നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. നമ്മുടെ പെട്രോൾ ഏകദേശം 9 12 അങ്ങനെ എന്തോ ആയിരുന്നു, ഞാൻ നോക്കിയില്ല. അപ്പം നമ്മൾ പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ വെച്ച പാട്ട് ഏതെന്ന് വെച്ചാൽ മോനിക്കയാണ്. അപ്പം ഇങ്ങനത്തെ നമ്മൾ മോനിക്കയാണ് വെക്കുന്നത്. പിന്നെ ഇടയ്ക്കെന്ന് വെച്ചാൽ ലാഗ് വന്നായിരുന്നു, കാരണം അത് ഞാൻ പാട്ട് മാറ്റുമ്പോൾ ഒരു ലാഗ് പോലെ വരുന്നതാണ്. അത് നിങ്ങൾ വലിയ കാര്യമാക്കണ്ട. ഇനിയുണ്ട് ഗൈസ് കുറേ നേരം. അപ്പം ഇനി പാട്ട് ഇംഗ്ലീഷ് പാട്ടാണ് ഞാൻ വെക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷ് പാട്ട് കേൾക്കും. ഗൈസ് നമ്മൾ 2 പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, അടുപ്പിച്ചാണ് വെച്ചത്. ഇംഗ്ലീഷ് പാട്ട് ഞാൻ വെച്ചു. അപ്പോൾ നമ്മളെന്തായാലും അടുത്ത മാപ്പ് ആകാറായിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത മാപ്പ് സോറി ഗൈസ്, അടുത്ത മാപ്പല്ല, അടുത്ത മാപ്പ് ആയായിരുന്നു. സോറി ഗൈസ്, മാറിപ്പോയതാണ്. ഇവിടുന്ന് നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക്, ശരിക്കും നമുക്ക് ഇവിടെ ഫ്ലാറ്റിൽ ഇവരെ വിട്ടിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നിൽക്കും ഗൈസ്. എന്നിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടെ അല്ല താമസിക്കുന്നത്. നമ്മൾ ബസ് സ്റ്റാൻഡിൽ വണ്ടി ഇട്ടിട്ട് അവിടെ കിടക്കുവാണ്, ബസ്സിൽ തന്നെ കിടക്കുവാണ്. കാരണം ഇവിടുത്തെ റൂമിൽ നല്ല പൈസയാണ്. ഇവർ റോയൽ പോലത്തെ സംഭവമാണ്, നമ്മുടെ അത്ര പൈസ ഇല്ല. അപ്പം നമ്മുടെ അത്ര പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഈ വണ്ടി നിർത്തിയിടും. അപ്പം ബസ് സ്റ്റാൻഡിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ടിട്ട് നമ്മൾ ഈ ബസ്സിൽ തന്നെ കിടക്കുവാണ് ഗൈസ്. അപ്പം ഇവിടെ ഏതോ ഒരു ബിൽഡിങ്ങിലാണ് ഇവർ പറഞ്ഞത്, കുറേ ഫ്ലാറ്റുകളൊക്കെ അടച്ചു ഗൈസ്. അപ്പം ഇന്നിവർ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ആ ഫ്ലാറ്റ് അടയ്ക്കാണ്ടിരുന്നത്. ആ ഫ്ലാറ്റിൽ ഏകദേശം റൂമൊക്കെ ആയി. അപ്പോൾ അവരിനി ആൾക്കാർ വരാണ്ടിരിക്കാൻ വേണ്ടി അടയ്ക്കാൻ ഗൈസ്. ഇവിടെ നിന്നാണ് ഇവിടെ ഏതോ ഗൈസ് നമുക്ക് ഗൈസ് അവർ പറയുന്നത് നേരെയുള്ള ഫ്ലാറ്റല്ല, പുറകിലുള്ള ഫ്ലാറ്റാണ്. നമുക്ക് വഴി തെറ്റി ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞു വഴിയിലൂടെ കയറ്റിക്കൊണ്ട് പോവാം. കുഞ്ഞു വഴിയാണ് ഗൈസ്, കയറുമോയെന്ന് സംശയം. കുഞ്ഞു വഴിയാണ്, കയറ്റിക്കൊണ്ട് പോകാൻ സുഖമാണ്. അപ്പം നമ്മൾ ഇനി നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇനി ഇപ്പോൾ അധികം വരുന്നില്ല.
എടുക്കാൻ സമയം കിട്ടുന്നില്ല. ഇപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ ഇനി തൊട്ട് ഈ വീഡിയോസിൽ നിന്ന് ഏതെങ്കിലും ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടായിരിക്കും ഇനി തൊട്ട് ഇടുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഷോർട്ട് വീഡിയോസ് തന്നെ ആയിട്ട് എടുക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ ഗൈസ്. നമുക്കെന്തായാലും കയറിയിട്ടുണ്ട് നമ്മൾ ഈ വഴി. നമുക്കെന്തായാലും ഇവിടുന്ന് പതിയെ പോകാം ഗൈസ്. ഈ കൊമ്പൻ ബസ്സിൽ നല്ല ഇതൊക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് നമ്മൾ ലൈറ്റൊക്കെ ഓഫാക്കി വെച്ചേക്കാണ് ഗൈസ്. അവർക്ക് ഉറങ്ങാൻ പോവാണ് അവർ, അതുകൊണ്ട് നമുക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്യാണ്. ഇനി നമ്മളിവിടുന്ന് നേരെ ഗൈസ് ഇതുണ്ടോ, നമുക്ക് ലൈറ്റ് കാണിച്ചു തരാം കുറച്ച് കേട്ടോ ഗൈസ്. ഉള്ളിലൊന്നും ലൈറ്റില്ല അധികം, അതിൽ ഉള്ളിൽ ലൈറ്റ് വെക്കാത്തതാണ് ഗൈസ്. കണ്ടോ ഗൈസ്, ഇതാണ് ലൈറ്റിംഗ് സെറ്റപ്പ്, ഫുൾ ലൈറ്റിംഗ് സെറ്റപ്പ്. ഉള്ളിലൊക്കെ ഫുൾ ഇതാണ് ലേസർ ലൈറ്റുകളാണ്. അപ്പം നല്ലൊരു ബസ്സാണ്, നിങ്ങൾക്ക് കയറ്റാം. ഞാൻ മറ്റേത് കൂട്ട് കൊമ്പൻ ബസ് വലിയ ലൈറ്റും ഇല്ല, വലിയ രസവും ഇല്ലാത്തതാണ്. ഈ ബസ് ഞാൻ 2-3 പ്രാവശ്യം വേറെ ബസ്സാണ് കയറ്റിയത് മറ്റേത് തൊട്ട്. എന്നിട്ട് ഞാൻ ഇത് കയറ്റിയതാണ് വേറെ ഷോർട്ട് വീഡിയോസിൽ കണ്ടിട്ട്. ഞങ്ങൾ പോസ്റ്റ് ഇടിച്ച് താഴെ ഇട്ട് ഗൈസ്. അപ്പം ഇതൊരു നല്ല വണ്ടിയാണ്, ഞാൻ ഷോർട്ട് വീഡിയോസിലൊക്കെ കണ്ടതാണ്. നല്ല വണ്ടി ആയതുകൊണ്ട് ഞാൻ ഇതെടുത്തു. ആ കൊമ്പൻ ബസ്സൊക്കെ കളഞ്ഞു. അപ്പം നമുക്കെന്തായാലും ഇവിടുന്ന് ഈ നേരെ കാണുന്ന ഫ്ലാറ്റിലേക്കാണ് കയറ്റേണ്ടത്. അതിൻ്റെ അപ്പുറത്തുള്ള ഫ്ലാറ്റൊക്കെ അടച്ച്. ഈ ഫ്ലാറ്റിൽ പാർക്കിംഗ് സെറ്റപ്പ് ഉണ്ട് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഈ താഴോട്ട് ഈ പാർക്കിംഗ് സെറ്റപ്പ് കാണണമെങ്കിൽ നിങ്ങൾ നേരെ റൂട്ട് ഞാൻ ഏതെങ്കിലും ഒരു അടുത്ത വീഡിയോയിൽ ഞാനും പറയാം, ഞാൻ നോക്കിയില്ല. അപ്പം റൂട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാനും പറയാം. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ വീഡിയോ നോക്കിയിരുന്നോ, ഇങ്ങനെ ഒരു ഫ്ലാറ്റാണ് ഗൈസ്. ഇങ്ങനെ ഫ്ലാറ്റ് എത്തുമ്പോൾ ഗൈസ് നിങ്ങൾ നേരെ കാണുന്നുണ്ട്, അങ്ങോട്ട് ഇറങ്ങിപ്പോകാം. പക്ഷെ നമ്മുടെ ബസ് വലിയതായതുകൊണ്ട് അതിൻ്റെ അകത്തോട്ട് ഇറങ്ങത്തില്ല, അവിടെ തട്ടി വെക്കും ഗൈസ്. ഞാൻ ഇറക്കാൻ നോക്കിയതാണ് എന്നിട്ട് ഇറങ്ങിയെന്നില്ല. അല്ലാതെ നിങ്ങൾ ചെറിയ വണ്ടികൾ വന്ന് ഇറങ്ങും, ഞാൻ ഇറക്കിയിട്ടുള്ളതാണ് അങ്ങനെ. അപ്പം 2-3 പ്രാവശ്യം ഇപ്പം ഇത് മെസ്സേജൊക്കെ വന്നു, നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പം ഇതെന്തായാലും നമുക്ക് ഇവിടുന്ന് ഇത് കണ്ടോ ഗൈസ്, താഴോട്ട് ഇറക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ ഇറക്കിയിട്ട് ഇറങ്ങുന്നില്ല, സ്വിച്ച് മാറിപ്പോയി ഗൈസ്. ഞാൻ മറ്റേതെടുക്കാനാണ് ഉദ്ദേശിച്ചത്, അത് ഞാൻ ആക്കിയിട്ട് കയറുന്നില്ല ഗൈസ് വണ്ടി. കാരണം ഇത് വലിയ വണ്ടി ആയതുകൊണ്ട് അതിന് മുകളിൽ തട്ടുവാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഗൈസ്. നമ്മൾ വണ്ടി ഇറക്കുവാണ് താഴോട്ട്, ഇറങ്ങത്തില്ല. ഞാൻ ഇറക്കാൻ നോക്കിയതാണ്, കയറുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ മുകളിൽ തട്ടും ഗൈസ്. കണ്ടോ ഗൈസ്, തട്ടി. അപ്പോൾ ബാക്ക് വെക്കുവാണ് നമ്മൾ, ബാക്ക് എടുത്ത് അങ്ങ് പോകാം നമുക്ക്. എന്നിട്ട് നമുക്ക് അവിടെ ആളെ ഇറക്കണം. ആൾ വണ്ടിയിലുണ്ട് ഗൈസ്, കണ്ടോ ഗൈസ്, ഫുള്ള് കണ്ടോ ഗൈസ്. താഴെ വരെ നമുക്ക് പോവാം, പക്ഷെ ഇതുണ്ടോ മുകളിൽ തട്ടി വെക്കുവാണ്. അതുകൊണ്ട് നമുക്ക് കണ്ടോ ഗൈസ്, തട്ടി. ഇനി നമുക്ക് മുന്നോട്ടെടുത്താലും ബാക്കോട്ട് മുന്നോട്ടെടുത്താൽ ഒട്ടും കയറത്തില്ല. ഇനി നമുക്ക് ഇവിടുന്ന് ഫുൾ ബാക്ക് എടുത്ത് അവിടെ കൊണ്ട് നിർത്താം. ഇവർ നമ്മളോട് വേറൊരു സ്ഥലത്ത് നിർത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് തിരിക്കാൻ പാടാണ്, നമുക്കെന്തായാലും നേരെ ബാക്ക് എടുത്തുകൊണ്ട് പോവാം. തിരിക്കാൻ നല്ല പാടാണ്. നോക്കട്ടെ ഗൈസ്, നോക്കാം, നമുക്ക് തിരിക്കാൻ പാടുണ്ടോയെന്ന് നോക്കാം. ഈ വണ്ടീന് സൗണ്ട് നല്ല രസമാണ് ഗൈസ്, ഞാൻ ഏതെങ്കിലും ഷോർട്ട് വീഡിയോ ആയിട്ടിടാം. ഈ വണ്ടീന് സൗണ്ട് നല്ല രസമാണ് കേൾക്കാൻ, സ്റ്റാർട്ടാക്കുന്നത്. ഞാനത് വീഡിയോ ഇടാം. അവർ പറയുന്നത് സോറി, നമുക്കെന്തായാലും ഇവിടെ നിർത്തിയിടാം. പക്ഷേ ഗൈസ് അത് വേറെ വണ്ടികളൊക്കെ ഇങ്ങോട്ട് കയറുമ്പോൾ അവർക്ക് പണിയാവും. അതുകൊണ്ട് നമുക്ക് ഗൈസ് അവർ വിളിക്കുന്നുണ്ട്. അപ്പം നമുക്കെന്തായാലും ഗൈസ് അവർ പറഞ്ഞിട്ടുണ്ട് അവിടെ അങ്ങേ സൈഡിലൊരു സ്ഥലമുണ്ട്, അവിടെ നിർത്തിയിട്ടോളാനാണ് അവർ പറഞ്ഞത്. ആ പാർക്കിങ്ങിലേക്ക് ഇങ്ങനെ കയറുന്ന പോലെ അവിടെ ഒരു വഴിയുണ്ട്, അവിടെ കയറ്റിക്കോ ഗൈസ്. ഇപ്പോൾ ലാഗായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പാട്ട് അങ്ങനത്തെ മാറ്റിപ്പോവാണ്. അതായത് ഞാൻ ഈ ഗെയിമിൽ പാട്ട് മാറ്റിപ്പോവാണ് ലാഗായത്. അപ്പം ഇവിടുന്ന് നമുക്ക് എന്തായാലും ഞാൻ നേരെ കാണുന്ന വഴിയിലാണ്. അപ്പം ആളെയൊക്കെ നമ്മൾ ഇറക്കിയായിരുന്നു. നമ്മൾ അവിടെ ഇറക്കാൻ നോക്കിയിട്ട് തിരിച്ച് വന്നിട്ട് നമ്മൾ ഇറക്കിയായിരുന്നു അവിടെ. നമ്മൾ ആ സൈഡിൽ നിർത്തിയപ്പം ഇവിടുന്ന് അങ്ങോട്ട് കയറ്റിക്കോളാനാണ് അവർ പറഞ്ഞത്.
നമുക്കെന്തായാലും ഇങ്ങോട്ട് കയറ്റിയിട്ട് ഞാൻ ലൈറ്റിംഗ് സെറ്റപ്പും കൂടെ അങ്ങനെ കാണിക്കാം നിങ്ങളെ. അപ്പം ഇങ്ങോട്ട് നമുക്കെന്തായാലും കയറ്റാം. ഇവിടെയാണ് ഗൈസ് നമ്മുടെ സ്ഥലം പറഞ്ഞത്. ഇവിടെ നിർത്തിയിട്ടോളാനാണ് പറഞ്ഞത് തൽക്കാലത്തേക്ക്. എന്നിട്ട് നമ്മളിപ്പോൾ പോകും ഗൈസ്. നമ്മളിപ്പം ബസ് സ്റ്റാൻഡിൽ പോകും, എന്നിട്ട് ഉറങ്ങും ഗൈസ്. അപ്പം നമ്മുടെ തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തിയിട്ടോളാനാണ് നമ്മളോട് പറഞ്ഞത്. കുറച്ചും കൂടെ മുന്നോട്ട് നിർത്തിയിടാം. വേണ്ട ഗൈസ്, നമുക്കെന്തായാലും പുറത്തിറങ്ങാം. അയ്യോ ഗൈസ്, ഇപ്പുറത്തായിപ്പോയി ഗൈസ്, അപ്പുറത്തെ ബിൽഡിങ്ങിലേക്കായിപ്പോയി. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ വളച്ച് മുന്നോട്ടിടാം ഗൈസ്. കുറച്ചും കൂടെ വളച്ച് മുന്നോട്ടിടുവാണെങ്കിൽ അങ്ങനെ ആകത്തില്ല. അപ്പം നമുക്ക് ഇത് എത്രയും ദൂരം ഞാൻ സ്റ്റാർട്ടൊക്കെ കാണിച്ചു തരാം. ലൈറ്റൊക്കെ ഇട്ടുന്നത് യെസ്, കണ്ടോ യെസ്, ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ഫുൾ ലൈറ്റ് ഇട്ടില്ല. അപ്പം ഇവിടെ എന്തായാലും നമുക്ക് നിർത്താം, ഇറങ്ങി നോക്കാം. ഇവിടെ എന്തായാലും കുഴപ്പമില്ല ഗൈസ്. ഇവിടെ എന്തോ ഇവിടെ ഉള്ളിലേക്ക് പോകാൻ പറ്റും, ആളായിട്ട് പോകാൻ പറ്റില്ല ഗൈസ്. അല്ലാതെ നമുക്ക് വണ്ടിയും കൊണ്ടാണെങ്കിൽ പോകാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. വേറെയും ഉണ്ട് ഗൈസ് ഇങ്ങനത്തെ പോലെയൊക്കെ. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ ഗൈസ്. ഇവിടെ ഇത്രയേ ഉള്ളൂ. ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതൊന്നും ഞാൻ എടുക്കുന്നില്ല. ലൈറ്റ് ഇടാൻ ലൈറ്റ് ഇട്ട് കാണിക്കാൻ നിങ്ങളെ. അപ്പം ഇത്രയാണ്, വെറുതെ ഇട്ടാൽ ഇത് മറ്റേ ഇതും കൂടെ ഇടണം ഗൈസ്, എന്നാലേ നല്ല പറ്റുള്ളൂ ഗൈസ്. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരും കാത്തിരിക്കുക. അപ്പം ലൈറ്റിംഗ് സെറ്റൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരും, പെട്ടെന്ന് വരും. ഉള്ളിലൊക്കെ കണ്ടോ സീനാണ്. അപ്പം എല്ലാവർക്കും ഞാൻ ബൈ ബൈ പറയുന്നു ഗൈസ്. അപ്പം ബൈ ബൈ.